ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങൾ ലോകർക്ക് മനുഷ്യർക്ക് മാത്രമല്ല കാരുണ്യമായിട്ടുള്ളത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആലം എന്ന് വെച്ചാൽ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കൾക്കും ഹബീബായ തങ്ങൾ അവിടുന്ന് കാരുണ്യമാണ്. കുഞ്ഞുങ്ങളോട് എങ്ങനെ തലോടണമെന്ന് പറഞ്ഞ് ചുടുചുംബനം നൽകിക്കൊണ്ട് സ്നേഹം പ്രകടനം നൽകണമെന്ന് പറഞ്ഞ സ്നേഹത്തിൻ്റെ മുത്ത്. മൃഗങ്ങളോട് എങ്ങനെ മര്യാദ കാട്ടണം, അതിൻ്റെ മുഖത്ത് നിങ്ങൾ അടിക്കരുത്, അതിനെ ധാരാളം കഷ്ടപ്പെടുത്തരുത്, അധികം ഭാരങ്ങൾ ചുമത്തരുത്. ഒരിക്കൽ ഒരു പൂച്ച ഒരു സ്ത്രീയുടെ വീട്ടിൽ അധികം അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നതും നൊയമ്പ് പിടിക്കുന്നതുമായ ഒരു സ്ത്രീ നരകത്തിൽ പോയൊരു ചരിത്രം നമ്മൾക്കെല്ലാം അറിയാവുന്നതാണ്. കാരണം ആ പൂച്ചയെ കെട്ടിയിട്ടുകൊണ്ട് പുറത്തുപോയി ആഹാരം കഴിക്കാനുള്ള അവസരം കൊടുക്കാതെ അത് പട്ടിണി കിടന്ന് ചത്തുപോയി. അങ്ങനെ അതിൻ്റെ കാരണമായി അള്ളാഹു ആ സ്ത്രീയെ നരകത്തിലിടുകയും പിന്നൊരിക്കൽ ഒരു നായി വിശന്നു വലഞ്ഞ് ദാഹിച്ച് നടന്നപ്പോൾ ഒരു സ്ത്രീ വ്യഭിചാരിയും അധികം തെറ്റുകൾ അകപ്പെട്ട ആ സ്ത്രീ സ്വർഗത്തിലാണ്. കാരണം കിണറ്റിലിറങ്ങിക്കൊണ്ട് ആ ചെരുപ്പിൽ അല്പം വെള്ളമെടുത്ത് ആ പട്ടിയുടെ ദാഹശമനം കൊടുത്തപ്പോൾ ആ കാരണമായി അള്ളാഹു തൃപ്തിപ്പെട്ടു. ഇതിൽ നമ്മൾ ഇബാദത്ത് മാത്രമല്ല, അതോടുകൂടി കാരുണ്യ പ്രവർത്തനവും നടത്തണമെന്നാണ് ഹബീബായ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. ത്തിൻ്റെ പ്രവാചകനെ ക്രൂരമായി ചീത്ത വിളിക്കുകയും അതേപോലെ തന്നെ കല്ലുകൾ വാരിയെറിയുകയും ഭ്രാന്തനെന്ന് വിളിക്കുകയും ചെയ്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് വന്നു പറയുകയാണ്, ഈ സമുദായത്തെ അങ്ങ് നശിപ്പിക്കട്ടെയോ, ഈ അവറ്റകളെ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കട്ടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യവാനായ ആ റസൂൽ പറയുകയാണ്, ഒരിക്കലും അരുത്. കാരണം നാളെ ഒരു സമയത്ത് ഇവർ അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിച്ചാൽ എനിക്കതാണ് സന്തോഷം. യാ ജിബ്രീൽ, നീ അടങ്ങുക. അവിടുന്ന് തിരിച്ചു പോവുകയാണ്. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ടി. സ്നേഹത്തിൻ്റെ മുത്ത്. അയൽവാസി പട്ടിണി കിടന്നാൽ അത് ഏതു മതക്കാരനാകട്ടെ, അവർക്ക് അവരുടെ വയറ് നിറയെ ഭക്ഷണം കൊടുക്കുകയും അവരെ സന്തോഷപ്പെടുത്തുകയും വിധവകൾക്ക് സമാധാനം നൽകിക്കൊണ്ട് കാരുണ്യത്തിൻ്റെ യത്തീമുകളെയും മിസ്കീന്മാരെയും ഒരുപാട് സ്നേഹിച്ച സ്നേഹത്തിൻ്റെ മുത്ത്.